ഇപ്പോൾ ശരത് എസ് ഉണ്ട് ചങ്ങനാശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നാണ്. ശരത്, ഇപ്പോൾ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ വലിയ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് പോകുന്നത്. മുഴുവൻ സഭ എന്നതിനപ്പുറം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ഇത് മൂന്നാമത്തെ പ്രതിനിധിയാണ്, മൂന്നാമത്തെ ആളാണ് ഈ കത്തോലിക്ക സഭയ്ക്ക് കർദിനാൾമാരെ നൽകുന്നതിൽ മൂന്നാമത്തെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളതല്ലേ? അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? സ്മൃതി, ഞാനിപ്പോൾ പിതാവിന്റെ കുവക്കാട് വീട്ടിലാണുള്ളത്. ഇവിടെ വീട് വലിയ സന്തോഷത്തിലാണ്. വീട്ടിൽ പക്ഷേ സഹോദരിയും സഹോദരിയുടെ മകളും മാത്രമേ ഉള്ളൂ. മറ്റു ബന്ധുക്കളൊക്കെ തന്നെ ഇതിനകം തന്നെ വത്തിക്കാനിലേക്ക് പോയി സ്ഥാനാരോഹരണം നേരിട്ട് കാണാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സഹോദരി നമുക്കൊപ്പമുണ്ട്. പിതാവ് വലിയൊരു സ്ഥാനത്തേക്ക് എത്തുന്നു, ഒപ്പം അവിടെ എത്താൻ കഴിയാത്ത സങ്കടം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലായത് ഉണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. പക്ഷേ നമുക്കിവിടെ ഇരുന്ന് കാണാം. അതിനെ കാണാനുള്ള ഒരുക്കമാണ്. ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ചടങ്ങ് കാണാനുള്ള ഒരു ഒരുക്കമാണ്. എവിടെ വെച്ചിട്ടാണ് ചടങ്ങ് കാണുന്നത്? വീട്ടിലിരുന്ന്. ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ് പിതാവ്, പക്ഷേ വലിയ സ്ഥാനത്തേക്ക് എത്തുന്നു. ചെറുപ്പം മുതൽ എങ്ങനെ വലിയ കൂട്ടായിരുന്നു നിങ്ങൾക്ക്? അതെ, ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്നവർ ഇത്രയും വലിയ സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷമുണ്ട് സഹോദരൻ ഇത്രയും വലിയൊരു സ്ഥാനത്ത് എത്തുക എന്നുള്ളത്. ഇത്തവണ ക്രിസ്മസ് അടിപൊളിയായിരിക്കും. ഉറപ്പായിട്ടും. പ്ലാനിങ് ആയിട്ടൊന്നും ഇല്ല. ഇനി ഈ ഒരു പ്രാർത്ഥനയോടെ ഇതൊന്ന് എന്നാ പറയുക, അങ്കിളിനെ ഈ ഒരു വലിയ സ്ഥാനത്തേക്ക് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്തുകൊണ്ട് പോകാൻ കഴിയാതിരുന്നത്? എനിക്ക് എക്സാം ആണ്. പരീക്ഷ തലവേദന. അതെ, പരീക്ഷ ആയതുകൊണ്ട് രണ്ടുപേർക്കും പോകാൻ കഴിഞ്ഞില്ല. അതായത് നമ്മളിപ്പോൾ പിതാവിന്റെ വീട്ടിലാണുള്ളത്. പിതാവിന്റെ സഹോദരിയും മകളുമാണ്. മകൾക്ക് പരീക്ഷ ആയതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും പോകാൻ കഴിയാതിരുന്നത്. പക്ഷേ എന്നിരുന്നാലും വലിയ സന്തോഷത്തിലാണ് ഈ സ്ഥാനാഹരണം നേരിട്ട് ഇത്തരത്തിൽ കാണാൻ കഴിയാത്തതിന്റെ സങ്കടം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ വീട്ടിലിരുന്ന് ടിവിയിലും മറ്റും കണ്ട് ഇത് നേരിട്ട് ഇതിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഉൾപ്പെടെ കാണുമെന്നുള്ളതാണ്. ഒപ്പം വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് വരുന്നത് എന്നുള്ളതും കൂടി ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഈ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടികൾ ഇതിന്റെ ഭാഗമായി വൈദിക പദവിയിലേക്ക് അദ്ദേഹം വന്നത്, പഠനത്തിൽ നിന്നും ഈ വൈദിക പദവിയിലേക്ക് വരാനൊക്കെ ഉണ്ടായ സാഹചര്യം കൂടി അത് സഹോദരിൽ നിന്ന് ചോദിച്ചറിയാമെന്ന് തോന്നുന്നു. ഈ പിതാവിന്റെ പഠനകാലമൊക്കെ എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു പഠനമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു? പഠനം ക്രിസ്ത്യോദിയിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് SB കോളേജിലായിരുന്നു കോളേജ്, പ്രീഡിഗ്രിയും ഡിഗ്രിയും. ഇങ്ങനെ പിന്നീട് വൈദികൻ എന്ന രീതിയിലേക്ക് മാറുന്നത് ആദ്യം ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു? ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളൊന്നും ആയപ്പോൾ പിന്നെ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പ്രീഡിഗ്രി എല്ലാവരെയും പോലെ ഡിഗ്രിയും എടുത്ത് ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്, എനിക്ക് സെമിനാരി പോകണമെന്നുള്ളത്. 2 പതിറ്റാണ്ടായി വത്തിക്കാനിലാണ് പല സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നോ? ഒപ്പം മറ്റേ മാർപ്പാപ്പയൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു? അച്ചാച്ചൻ്റെയും അമ്മയുടെയും 50ാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 2 വർഷം മുൻപ്. അന്നേരം ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് എല്ലാവരും കൂടി പോയി മാർപ്പാപ്പയെ കണ്ടു. അങ്ങനെ മാർപ്പാപ്പയെ കണ്ട് കൈമുത്താനൊക്കെ അന്ന് പറ്റി. ഇനി എപ്പോഴായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരിക? കർദിനാൾ ഡിസംബർ 15 വരുന്നുണ്ട്. വലിയ പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടോ? പരിപാടികളെ കുറിച്ച് പരീക്ഷ കഴിഞ്ഞ് അടിപൊളിയാവുമല്ലോ. അതെ, അപ്പോഴേക്കും പരീക്ഷയൊക്കെ കഴിയും. കുടുംബമാണ് എന്തായാലും ശ്രുതി പ്രതികരിച്ചത്. അവരിപ്പോഴും വലിയ സന്തോഷത്തിലാണ്. ഈ പരീക്ഷ ആയതുകൊണ്ട് പോകാൻ കഴിയാത്തതിന്റെ സങ്കടം മാത്രമാണ് അവർക്കുള്ളത്. ഒപ്പം വലിയ ഉത്തരവാദിത്തമാണ്. ഒപ്പം ചെറുപ്പം മുതൽ തന്നെ ഈ വൈദികനാകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് വൈദികനായി. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈദികനായി ഒരാൾ നേരിട്ട് കർദിനാൾ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതിന് കൂടി ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യമാണ് എന്നുള്ളതാണ്. ആ രീതിയിൽ എല്ലാ തരത്തിലും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിക്ക് മുൻപിൽ നിന്നാണ് സഹോദരിയും സഹോദരിയുടെ മകളുമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.